ഇന്ന് നമ്മൾ ബൈബിളിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ബൈബിളിൽ പലപ്പോഴും ഭയങ്കരമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതായത് പലർക്കും സംശയം. അതായത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയെക്കുറിച്ചാണ്. അതായത് ദൈവത്തിൻ്റെ കത്തോലിക്ക സഭയിൽ ഈശോ മിശിഹായെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടുണ്ട്. ഒപ്പം അതിനെക്കുറിച്ചുള്ള ഒരു പൊതു സത്യമുണ്ട്, അതൊരു യൂണിയനാണ്, അതായത് ഒരു ട്രിനിറ്റി. അപ്പം എല്ലാവരും സംശയമാണ്, ഇതിന് 3 ദൈവമാണ്, ഏകദൈവം എന്ന് പറയുന്നു, 3 ദൈവം എന്ന് പറയുന്നു, ആകെ കൺഫ്യൂഷനാണ്. പക്ഷെ നമ്മൾ എന്താണ് അതിൻ്റെ ഫണ്ടമെൻ്റലായ അതിൻ്റെ പിറകിലുള്ള സയൻസിനെ കുറിച്ചോ അതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ റീസണിനെ കുറിച്ചോ മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കും, ഒരു സിമ്പിൾ ചോദ്യം. നിങ്ങളുടെ കുഞ്ഞ്, അതായത് നമ്മുടെ കുഞ്ഞ്, അതായത് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് എന്താ? ഒരു പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? അത് അപ്പൻ്റെ ക്രോമസോമും അമ്മയുടെ ക്രോമസോമും ചേർന്ന് ഉണ്ടായ ഒരു 46 ക്രോമസോമുകളുടെ യൂണിയനാണ്. അത് 23 ഫ്രം മദർ, 23 ഫ്രം ഫാദർ. ഒന്ന് ലൈഫാണ്, ഒന്ന് സർക്കംസ്റ്റൻസ് ആണ്. ലൈഫ് ആൻഡ് സർക്കംസ്റ്റൻസിൻ്റെ യൂണിയനാണ് സൈഗോട്ട്, അല്ലെ ഫ്യൂഷൻ ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത്. അതൊരു ഫ്യൂഷനാണ്, മനസ്സിലായത്? സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു ഫ്യൂഷനാണ്. ഈ ഫ്യൂഷനകത്ത് ഏകകോശ ജീവിയാണ്. ഈ ജീവിക്കകത്ത് എല്ലാം ഉണ്ട്. ഒരു മനുഷ്യനായി മാറേണ്ട എല്ലാ സിദ്ധികളും എല്ലാ ശക്തികളും എല്ലാം അന്തർലീനമായ ഒരു ഫ്യൂഷനാണ് ഒരു കൊച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകും, ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് 2 പേരുടെ പൂർണ്ണതയാണ്. അതായത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഉണ്ട്. അതായത് ഒരു കാണുന്ന എല്ലാ ജീവിയും, എല്ലാ മനുഷ്യനും അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും ഫ്യൂഷനാണ്. മനസ്സിലായോ? 2 പേരുടെ പൂർണ്ണതയാണ്. അതിൽ അപ്പന് പറയാൻ പറ്റുമോ അത് എൻ്റെ മാത്രം കൊച്ചാണ്, അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എൻ്റെ മാത്രം കൊച്ചാണ്? പറ്റത്തില്ല. കാരണം ഇത് 2 പേരുടെയും സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവന്റെ പൂർണ്ണതയാണ്. മനസ്സിലായോ? അതായത് കാണുന്ന ഓരോ വ്യക്തിയും 2. അപ്പം ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലേ? അതായത് ഒരു ഫ്യൂഷനാണ്. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാകുന്നത് പോലെ ഒരു ട്രിനിറ്റിയുടെ സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്കാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഒരു യൂണിയന് പറയുന്ന പേരാണ് ട്രിനിറ്റി. മനസ്സിലായോ? ഓരോ വ്യക്തിയും, ഓരോ ജീവജാലവും, ഒരു മരമെടുത്തോ, എല്ലാം, കാരണം പരാഗണം നടന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നവരാ അതെല്ലാം, എല്ലാം ട്രിനിറ്റിയാണ്. എല്ലാം 2 പേരുടെ പൂർണ്ണതയിൽ നിന്ന് അടുത്ത വിത്തുണ്ടാവുന്നത്. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ഇനി പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ലൈഫ് വന്ന അവിടെ നിന്നാണ്. മനസ്സിലായോ? പുത്രനായ ദൈവം എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ ക്യാരിയറാണ്. മനസ്സിലായോ? പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? പുത്രൻ തമ്പുരാന്റെ ആത്മാവായ ഭൗമാണ്. മനസ്സിലായോ? ഇനി ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബൈബിളിലേക്ക് തന്നെ, അതായത് ബൈബിളിലെ ആദ്യത്തെ 12 അധ്യായങ്ങൾ, ഇത് ചരിത്രാതീത ചരിത്രം എന്നാണ് പറയുന്നത്. കാരണം അതിനൊരു ചരിത്രമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ അതിന് ചരിത്രമില്ല. അത് സഭാ പഠനമാണ്. മനസ്സിലായോ? ബൈബിളിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹത്തിന്റെ കോളോടുകൂടിയാണ്. കോൾ ഓഫ് അബ്രാഹം, അബ്രാഹത്തിന്റെ വിളിയോടുകൂടിയാണ് ബൈബിളിന്റെ ഒരു എഴുതപ്പെട്ട ചരിത്രം, ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇങ്ങോട്ട് മുഴുവൻ ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. അതായത് ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണ്. പക്ഷെ ആദ്യത്തെ 12 അധ്യായങ്ങളോ ചരിത്രമല്ല. അതിന് പറയുന്ന പേരാണ് ചരിത്രാതീത ചരിത്രം. മനസ്സിലാവും? ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ആദം ഹൗവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഈ ചരിത്രം, ഈ 12 അധ്യായങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, എന്നിട്ട് ഒരു ക്രമം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അത്രേ ഉള്ളു. അപ്പം ഇതിന് ഒരു, പക്ഷെ ദൈവനിവേശിത പുസ്തകവുമാണിത്. മനസ്സിലായോ?
ദൈവനിവേശിത പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രേരണ അനുസരിച്ച് ദൈവം മനുഷ്യന് കൊടുത്ത സ്പിരിച്വൽ പവറിൻ്റെ ബലത്തിൽ ആത്മീയ വ്യക്തിത്വമുള്ള വ്യക്തികൾ എഴുതിയ പുസ്തകമാണ്. അപ്പം അതിനകത്ത് നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും എവിടെ യോജിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതിൻ്റെ തുടക്കത്തിൽ രണ്ടും യോജിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ പഴയ നിയമം ഒന്ന് എടുത്ത് നോക്കിക്കുക. ആദം ഹൗവ 2 വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും 2 വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുക. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു. എന്നിട്ട് അവരെ ഒരു ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു ഗാർഡനിൽ അവരെ എത്തിച്ചു. എന്നിട്ട് അവർക്ക് ഒരൊറ്റ കൽപ്പന കൊടുത്തു. അതായത് തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന മരത്തിലെ ഫലം പറിക്കരുത്, ഒരൊറ്റ കൽപ്പന. മനസ്സിലായി? പക്ഷെ അവർക്ക് സ്വാഭാവികമായ മനുഷ്യനേക്കാൾ ഉപരിയായ ശക്തി ഉണ്ടായിരുന്നു. അവർക്ക് മാലാഖമാരുടെ ശക്തി ഉണ്ടായിരുന്നു. അവരെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതായത് പാപത്തിനും പാപ സാഹചര്യങ്ങളിലേക്കും പോകാതിരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാരണം അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട്. പക്ഷെ അവരിലേക്ക് പാപം കടന്നു വന്നു. എങ്ങനെയാ? ആദവും ഹവ്വായും ആ പഴം ഭക്ഷിച്ചപ്പം എന്തു പറ്റി? അത് പാപമായി, അത് ദൈവകൽപ്പനകളുടെ ലംഘനമായി. മനസ്സിലായി? ദൈവകൽപ്പന ലംഘിക്കാനുള്ള 2-3 കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, അവർ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചു. 2, അതിൻ്റെ കാഴ്ചയിലും അതിൻ്റെ സൗന്ദര്യത്തിലും ഒക്കെ അവർ മയങ്ങിപ്പോയി. മനസ്സിലായോ? പക്ഷെ ദൈവകൽപ്പനകളെ ലംഘിച്ച് ദൈവം പറഞ്ഞത് കേൾക്കാതെ അതിനേക്കാൾ ഉപരിയായി അവരുടെ ആഗ്രഹങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പാപം അവരിലേക്ക് വരാൻ കാരണം. മനസ്സിലായോ? ആ തെറ്റ് ചെയ്യുന്നവർ ആ ദൈവ പ്രമാണങ്ങളുടെ ആ ലംഘനത്തിലൂടെ അവരിലേക്ക് പാപം കടന്നു വന്നു. അപ്പം പാപം കടന്നു വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ആ പാപം മാനവരാശിയിലേക്ക് മൊത്തം കയറി. അതായത് അവരുടെ ഭാഗമായിട്ട് പിന്നീട് വന്ന മുഴുവൻ വ്യക്തികളിലേക്കും ആ പാപം കടന്നു വന്നു. ഇനിയാണ് പുതിയ നിയമം. പാപം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെ ശരീരത്തിലും എല്ലാ മനുഷ്യനിലും അത് കയറി. ഈ പാപം തീർക്കാനായിട്ടാണ് ഈശോ മിശിഹ വന്നത്. കാരണം ഈശോ മിശിഹ ജനിച്ചത് പോലും എന്തിനാ? ബലിയാകാണ്. അപ്പം എന്ത് ബലി? കാരണം പിന്നീടുള്ള ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ട ശ്രദ്ധിക്കും, പാപപരിഹാര ബലിയായി ആടിനെ ബലിയർപ്പിക്കുന്ന പരിപാടി. മനസ്സിലായോ? കാരണം ആ കുഞ്ഞാടിന്റെ രക്തം പാപപരിഹാര ബലിയായി അർപ്പിക്കും. അങ്ങനെ ഒരു ബലിയുടെ ഭാഗമായിട്ടാണ് അബ്രാഹത്തോട് ദൈവം എന്ന് പറയുന്നത്. അബ്രാഹത്തിലാണ് ചരിത്രം ആരംഭിക്കുന്നത്. പറയുന്നത്, എൻ്റെ കുഞ്ഞിനെ മോറിയാമലയിൽ എനിക്ക് പോയി ബലി അർപ്പിക്കാൻ പറയുന്നത്. അപ്പം മോറിയാമല കയറുന്ന അബ്രാഹത്തിന്റെ ചങ്കിന്റെ പെടപ്പ് എന്താണോ അത് തന്നെയാണ് കാൽവരി മലയിൽ ഈശോ മിശിഹ കാൽവരി മല കയറുമ്പം ഉണ്ടാകുന്ന പിതാവായ ദൈവത്തിന്റെ ചങ്കിലെ പെടപ്പം. കാരണം ഇസ്രായേലിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു പിതാവിനെ മുന്നിൽ നിർത്തിയാണ് ജൂത വംശത്തെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അന്ന് കാണുന്ന ഇസ്രായേലിൻ്റെ മുഴുവൻ ഗോത്രങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ തന്നെയാണ്. കാരണം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരപ്പൻ. കാരണം അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം കുഞ്ഞിൻ്റെ കേസ് വരുമ്പോൾ എല്ലാവരും ഒന്ന് മാറി നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ വചനങ്ങളോടുള്ള വിധേയത്വത്തിൻ്റെ പേരിൽ അബ്രാഹം മോറിയാമല നടന്നു കയറുക. എന്തിനാ? മകനെ ബലിയർപ്പിക്കാനാണ്. പക്ഷെ ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങുന്ന അബ്രാഹത്തിൻ്റെ മുമ്പിൽ വന്ന് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, കുഞ്ഞിനെ തുടരുത്. അപ്പം ആ കുഞ്ഞിനെ മാറ്റിക്കിടത്തി മുൾപ്പടർപ്പിൽ ഉടക്കിക്കിടന്ന് വേറൊരു ആടിനെ എടുത്ത് അബ്രാഹം ബലിയർപ്പിക്കുക. മനസ്സിലായോ? അപ്പൊ കാൽവരി മല കയറുന്ന ഈശോ മിശിഹായുടെ പിറകിൽ നിൽക്കുന്ന പിതാവായ ദൈവത്തിന്റെ അതേ വേദനയാണ് മോറിയാമല ചവിട്ടുന്ന അബ്രാഹത്തിന്റെ ചങ്കിലുള്ള വേദനയും. മനസ്സിലായോ? പക്ഷേ ഒരപ്പൻ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറാകുമെന്ന ഭാഷ മുഴുവൻ ജൂതവംശത്തിനും നിരാകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം അവരുടെ പിതൃത്വത്തിൻ്റെയൊക്കെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന വ്യക്തി അബ്രാഹാം. മനസ്സിലായോ? അപ്പം അവർക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു ഭാഷയാണ് ഈശോ മിശിഹ അവതരിപ്പിക്കുന്നത്. കാരണം പിതാവ് ആഗ്രഹിക്കുന്ന ബലിയ. ഇനി എന്തുകൊണ്ടാണ് ഇത് നടത്തുന്നത്? കാരണം നമ്മൾ പറഞ്ഞല്ലോ, ആദം ചെയ്ത തെറ്റ്.
ആദ്യം 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 ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ പഴം പറിച്ചു തിന്നു എന്നുള്ളതല്ല, ദൈവകൽപ്പന ലംഘിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഈ ദൈവകൽപ്പന ലംഘിച്ച ആദത്തിന്റെ പാപം തീർക്കാനാണ് ഈശോ മിശിഹ വന്നത്. അപ്പം ഈശോ മിശിഹ എന്താ ചെയ്തത്? പരിപൂർണാനുസരണം. അവിടെ ദൈവകൽപ്പനകളുടെ അനുസരണത്തെ എതിർക്കുക, അനുസരിക്കുന്നില്ല, അഹങ്കാരമാണ് അതിൻ്റെ ലക്ഷണം. ഇവിടെ എന്താ? പരിപൂർണാനുസരണം. അവന് ചെറുപ്പം തൊട്ടേ ദാരിദ്ര്യമായിരുന്നു. കഷ്ടപ്പാടും വേദനകളും ബുദ്ധിമുട്ടും ത്യാഗത്തിന് വേറൊരർത്ഥം കൊടുത്തു. എന്നിട്ട് ഏറ്റവും അവസാനം എന്താ? കുരിശിൽ ബലിയായി തീർന്നു. ഈ ബലിയായി തീരുന്ന സമയത്ത് ഈശോ മിശിഹായുടെ എന്തുകൊണ്ട് ഇത്രയും വേദന ഈശോയ്ക്ക് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമുള്ളൂ, അവനെ കൊണ്ട് ശപിപ്പിക്കുക എന്നുള്ളത്. കാരണം ആദ്യ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച കായേനും ആബേലിന്റെയും കഥ നമുക്കറിയാം. ആബേലിനെ കൊന്ന കായൻ, അപ്പം ആബേലിന്റെ ഘാതകനാണ് കായൻ. അപ്പൊ കൊന്ന് ആബേൽ എന്ന് പറയുന്നത് എന്താ? നിരപരാധിയായ മനുഷ്യനാണ്, തെറ്റ് ചെയ്യാത്ത മനുഷ്യനാണ്. അപ്പം ആബേലിനെ തല്ലിക്കൊല്ലുന്ന സമയത്ത് ആബേല് നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രതികാരത്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ആബേലിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് കായേന് പ്രശ്നമായി മാറുന്നത്. കാരണം ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ്. ആബേലിന്റെ രക്തം എന്ന് പറയുന്നത് പ്രതികാരം ആഗ്രഹിക്കുന്ന രക്തമാണ്. പക്ഷെ ഇങ്ങോട്ട് പുതിയ നിയമത്തിലേക്ക് വന്നേ, ഈശോ മിശിഹായുടെ ബലി എന്താ? ഈശോ മിശിഹായുടെ ബലിയും ആബേലിന്റെ ബലി പോലെ ആക്കി മാറ്റാനാണ് പിശാച നെഗറ്റീവ് ശക്തി ആഗ്രഹിച്ചത്. കാരണം ഇവൻ ശപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രേയർ, ഈ ദൈവദൂഷണം പറയണം, ദൈവവചനം ലംഘിക്കണം, മനുഷ്യരെ ശപിക്കണം. പക്ഷെ ഇവിടെ രണ്ടും ഈശോ മിശിഹ ഒരു കോംപ്രമൈസും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വേദനകൾ ഉണ്ടായത്. അവൻ ദൈവത്തെ നിഷേധിച്ചില്ല, അവൻ മനുഷ്യനെ ശപിച്ചില്ല. അപ്പം ഈ മനുഷ്യനെ ശപിക്കാതെ നിന്ന് ഈശോ മിശിഹ അവസാനത്തെ പ്രാർത്ഥനയാണ്, കർത്താവേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നില്ല, ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആബേലിന്റെ പ്രാർത്ഥന അതല്ല, പ്രതികാരം ഇച്ഛിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം ഈശോ മിശിഹായുടെ പ്രാർത്ഥനയോ കരുണ കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ഇത് രണ്ടുമാണ് ആ മരണസമയത്തുണ്ടായ വ്യത്യാസം. ഈശോ മിശിഹായുടെ വിധേയത്വം എന്താ? പരിപൂർണ വിധേയത്വം. ഈ ആദം പാപം ചെയ്തെടുത്ത് ഈശോ മിശിഹ പരിപൂർണ അനുസരണ, പരിശുദ്ധ ദൈവമാതാവ് പരിപൂർണ അനുസരണമായി ബലിക്ക് കൊടുത്തത്. അങ്ങനെ അനുസരിച്ച് ഈശോ മിശിഹായുടെ രക്തം, ആബേലിന്റെ രക്തം ഭൂമിയിൽ വീണപ്പം ഭൂമിക്ക് ശാപമായി മാറിയെങ്കിൽ ഈശോ മിശിഹായുടെ രക്തം ഭൂമിയിൽ വീണപ്പം ഭൂമി പ്രകാശമുള്ളതായി മാറി. മനസ്സിലായോ? ഈശോ മിശിഹ പൂർണ്ണമായിട്ടും ദൈവമായിരുന്നെങ്കിൽ ഈ വേദനകളോ ത്യാഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകത്തില്ലായിരുന്നു. ഈശോ മിശിഹ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി അവതരിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാപം തീർത്തത് എങ്ങനെയാണ്? ഈ രക്തം, ഈശോ മിശിഹായുടെ രക്തം ഭൂമിയിൽ വീണപ്പം എന്ത് സംഭവിച്ചു? കാരണം ആദം ചെയ്ത പാപത്തിന്റെ പരിഹാരമായി മാറി. കാരണം ആദം ചെയ്ത പാപം എങ്ങനെ മാനവരാശിക്ക് മുഴുവൻ പാപമായി മാറിയോ, അതുപോലെ തന്നെ ഈശോ മിശിഹ ചെയ്ത പുണ്യവും മാനവരാശിക്ക് മുഴുവൻ അനുഗ്രഹമായി മാറി. അതാണ് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിനേക്കാൾ ശക്തമായി വർദ്ധിച്ചു എന്ന് പറയുന്നത്. കാരണം ആദം ചെയ്ത ദൈവനിന്ദന കൽപ്പനകളുടെ അവഹേളനത്തിന് പകരം ഇവിടെ ഇതാ ദൈവകൽപ്പനകളുടെ പൂർണ്ണ ത്യാഗം നടന്നിരിക്കുന്നു. അങ്ങനെ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിനേക്കാൾ ശക്തമായി വർദ്ധിച്ചു. മനസ്സിലായോ? ഇതാണ് ചരിത്രം. ഇതിനാണ് ഈശോ മിശിഹ വന്നത്. അവൻ മനുഷ്യനായി അവതരിച്ചത്. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. മനസ്സിലായി? കാരണം പിതാവായ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരു വ്യക്തിക്ക് പുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പന്റെ ജീവനുള്ളിലുള്ളവൻ. മനസ്സിലായി? അപ്പനിൽ നിന്ന് എടുത്ത അപ്പന്റെ പാരമ്പര്യവും അപ്പന്റെ ജീവനും ഉള്ളിലുള്ള വേറൊരു കുഞ്ഞ്. അതായത് തേക്കുമരത്തിന്റെ വിത്ത് കൊണ്ട് എവിടെ ഇട്ടാലും അത് തേക്കാവും. അത് ഇടുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ. പക്ഷെ അത് കാണിക്കാൻ പോണത് തേക്ക് തന്നെയാണ്.
കാരണം അടുത്ത തേക്കാണ് അതിൻ്റെ വിത്തിൽ ഉറങ്ങുന്നത്. അതാണ് പുത്രൻ എന്ന് പറയുന്ന ഒരു ഭാഷ. മനസ്സിലായോ? ഇനി പരിശുദ്ധാത്മാവ് എന്താ? പരിശുദ്ധാത്മാവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്നേഹത്തിൽ നിന്ന് ഉളവായേക്കുന്ന ഒരു മഹാശക്തിയാണ്. അതായത് പുത്രൻ തമ്പുരാൻ പോലും കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ എതിർക്കുന്നവന് പ്രശ്നമൊന്നുമില്ല, ഉണ്ടാകത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം. മനസ്സിലായി? അപ്പം ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഡിവൈനിറ്റി കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഇവരുടെ എല്ലാം സ്നേഹത്തിനെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിർത്തുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇനി ബൈബിളിലേക്ക് നമ്മൾ വേണ്ടുവെന്ന് പറഞ്ഞു. കാരണം പുതിയ നിയമം അല്ല പഴയ നിയമം, അപ്പസ്തോല പ്രവർത്തനം, ഇങ്ങനെ മൂന്നായിട്ട് ബൈബിളിനെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത് പഴയ നിയമം. പഴയ നിയമത്തിൽ ഈ ദൈവം സംസാരിക്കുന്ന ആരിലൂടെയാണ്? ദൈവം സംസാരിക്കുന്ന പ്രവാചകന്മാരിലൂടെയാണ്. അതായത് പഴയ നിയമത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഇവരെല്ലാം കേട്ടേക്കുന്ന ഒരു ശബ്ദം. മനസ്സിലായി? അബ്രാഹത്തോട് വന്ന് ഈ ശബ്ദം സംസാരിച്ചിട്ടുണ്ട്. ഇസഹാക്കിനോടും യാക്കോബിനോടും ജോസഫിനോടും ഒക്കെ ഈ ശബ്ദം സംസാരിച്ചിട്ടുണ്ട്. ദാവീദ് കേട്ടിട്ടുണ്ട് ഈ ശബ്ദം, മോശ കേട്ടിട്ടുണ്ട് ഈ ശബ്ദം. പക്ഷെ ഈ രൂപത്തെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ വചനം മാംസമായി ഗർഭം ധരിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചു. എന്താ വചനം? പഴയ നിയമത്തിൽ സംസാരമായി നിന്നവൻ, പഴയ നിയമത്തിൽ ഭാഷയായി നിന്നവൻ, പഴയ നിയമത്തിൽ സംസാരമായി മാത്രം മറ്റുള്ളവർ കേട്ടിട്ടുള്ളവൻ, അതായത് ആ ഭാഷ മാത്രമേ കേട്ടിട്ടുള്ളൂ, അവൻ പുതിയ നിയമത്തിൽ മാംസമായി മാറി. ശബ്ദമായി നിന്നവൻ പുതിയ നിയമത്തിൽ മാംസമായി, വ്യക്തിയായി മാറി. അതായത് രണ്ടും ഒന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വചനമായി മാത്രം പിതാക്കന്മാർക്കും പൂർവ്വപിതാക്കന്മാർക്കും രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും ഒരു ജനതയെ കൊണ്ടുപോയി നടന്ന വ്യക്തി അവൻ പുതിയ നിയമത്തിൽ മാംസമായി മാറി. അപ്പം മാംസമായി മാറുമ്പോൾ മാംസത്തിൻ്റെതായ എല്ലാ പ്രത്യേകതകളും എല്ലാ വേദനകളും എല്ലാ ത്യാഗങ്ങളും അവനുണ്ട്. മനസ്സിലായോ? ഇനി പഴയ നിയമത്തിൽ വചനമായി നിന്ന് ഈ വന്നു അഗ്നിജ്വാലകൾക്കിടയിൽ മോശ ഒരു ശബ്ദം കേട്ടു. മോശ ആ ശബ്ദത്തെ ഒബേ ചെയ്തു, അനുസരിച്ചു. അതേ മോശയ്ക്ക് അറിയാവുള്ളൂ. മോശ അത് കേട്ടു, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ, ഒരു രൂപലാവണ്യം മാത്രമേ മോശ കണ്ടിട്ടുള്ളൂ, പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. മനസ്സിലായോ? കാരണം മോശയോട് പിന്നീട് പറയുന്നുണ്ട്, മോശെ നീ എന്നെ കണ്ടാ മരിക്കും. കാരണം ദൈവത്തെ മുഖാമുഖം കാണുന്നവന് പാപം ചെയ്യാനുള്ള ശേഷി പറ്റത്തില്ല. അപ്പം ഇനി പഴയ നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ പ്രവാചകന്മാരും നേതാക്കന്മാരും രാജാക്കന്മാരും ഒക്കെ എഴുതുക. പക്ഷെ എഴുതുമ്പോഴും അവർക്കൊരു പ്രശ്നമുണ്ട്. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവരെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ദൈവവചനം എഴുതി വെക്കുമ്പം ഏശയ്യാ പ്രവാചകന്റെ പ്രവചനമുണ്ട്. ഒരു കന്യക ഗർഭം ധരിക്കുമെന്ന്, ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന്. പക്ഷെ പ്രവാചകൻ എന്ത് സൗണ്ട് താത്തിയാ ആ പ്രവചനം എഴുതിയേക്കണമെന്ന് നോക്ക്. കാരണം പ്രവാചകന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഭാഷ വരുമ്പം, ഒരു സന്ദേശം വരുമ്പം പ്രവാചകന് പോലും പറയാൻ മടിയാ. മനസ്സിലാ? അത് എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അവരുടെ സാഹചര്യം ഇൻഫ്ലുവൻസ് ചെയ്തു. ദൈവം പറഞ്ഞതും അവർ പറയുന്നതും തമ്മിൽ ഒരു ചെറിയ അന്തരക്കുറവുണ്ട്. കാരണം അവർ ആ സാഹചര്യത്തിനൊത്താണ് സംസാരിക്കുന്നത്. ദൈവം പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ സാഹചര്യവും കൂടി ഇണക്കിയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ എന്താ പറയുന്നത്? പുതിയ നിയമത്തിൽ ദൈവപുത്രൻ നേരിട്ടിറങ്ങി വന്ന് സംസാരിക്കുക. അവൻ പിതാവിൻ്റെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്. പിതാവിൻ്റെ മുഖത്ത് നിന്ന് കേട്ടത് അവൻ്റെ പിതാവായതുകൊണ്ട് പിതാവിൻ്റെ മുഖത്ത് നിന്ന്, അതായത് ഈശോ മിശിഹ പുത്രൻ തമ്പുരാൻ അവൻ്റെ ശക്തിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം? പുത്രൻ തമ്പുരാനാണ് ഈശോ മിശിഹയുടെ പിതാവായ ദൈവത്തിന്റെ, സ്നേഹപിതാവായ ദൈവത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്താ വിളിച്ചു പറയുന്നത്? കാരണം അവനൊരു ഉപമ കൊടുത്തു, ധൂർത്തപുത്രന്റെ ഉപമ. പിതാവിന്റെ മുഖമാണ് അതിനകത്ത് കാണിക്കുന്നത്. അതായത് ഒരു ദേശത്ത് നിന്ന് ഒരു കുഞ്ഞ്
അപ്പന് കിട്ടാനുള്ള എല്ലാം വാങ്ങിച്ച് വേറൊരു ദേശത്ത് നിന്ന് എല്ലാം ദൂർത്തടിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ സ്നേഹം ആർക്കാ കൂടുതൽ? എല്ലാം നശിപ്പിച്ച് തിരിച്ചു വരുന്ന ഈ കുഞ്ഞിനാണോ, അതോ തിരിച്ചു വരുന്ന ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്ന അപ്പനാണോ? കാരണം എല്ലാം നഷ്ടപ്പെട്ടു. പിതാവിന് ഭൗതികമായിട്ട് കൊടുക്കാനുണ്ടായിരുന്ന എല്ലാം കൊടുത്ത് അതെല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വരിക. കാരണം അവൻ യഹൂദന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത പന്നികൾക്കിടയിൽ കിടന്ന് പന്നികളോട് ആഹാരത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ആ സാഹചര്യത്തിൽ നിന്ന് അവൻ നശിച്ചു പോയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവന് തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലുണ്ടായിരുന്ന കോൺഫിഡൻസ് അവന് തിരിച്ചു കൊണ്ടുപോയി. മനസ്സിലായോ? അപ്പം ആ പിതാവ് ദൈവപിതാവാണ്. മനസ്സിലായോ? പുത്രൻ തമ്പുരാനാണ് ദൈവപിതാവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുള്ള ഈ മുഖം കൃത്യമായിട്ട് പറഞ്ഞു തന്നെ. കാരണം ആര് പറഞ്ഞിട്ടും ശരിയാവുന്നില്ലായിരുന്നു. കാരണം സ്നേഹം വാരി ദൂർത്തടിക്കുന്ന, വീണ്ടും തിരിച്ചു വരുമ്പം വീണ്ടും സ്നേഹിക്കുന്ന, സ്നേഹം വാരിക്കൊരിച്ചൊരിയുന്ന ഒരു പിതാവിൻ്റെ മുഖം കാണിച്ചു തന്നത് ഈശോ മിശിഹായ. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണ് എന്ന ഒരു ഫിലോസഫിയിലേക്ക് പുതിയ നിയമം പൂർണ്ണമായിട്ട് സ്നേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒന്നും അവിടെയില്ല. മനസ്സിലായോ? എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. ഇനി ഇത് പുത്രൻ തമ്പുരാന്റെ രൂപ, പിതാവായ ദൈവത്തിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് പഴയ നിയമം പറയുന്നത്. പക്ഷെ അതിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം മനുഷ്യരുടെ, പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും സംസ്കാരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതിൽ മാറ്റമുണ്ട്. പുത്രൻ തമ്പുരാനാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതായത് അവരെല്ലാം പഴയ നിയമത്തിലെ സാഹചര്യം അനുസരിച്ച് അവരെല്ലാം തെറ്റ് ചെയ്താൽ കോപിക്കുന്ന, തെറ്റ് ചെയ്താൽ മനുഷ്യരെ നശിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ പുതിയ നിയമം അങ്ങനെയല്ല. തെറ്റ് ചെയ്തു പോയാലും സ്നേഹത്തോടെ അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണിക്കുന്നത്. ഇനിയാണ് അപ്പസ്തോല പ്രവർത്തനം. മനസ്സിലായോ? മൂന്നാമത്തെ ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും. അതായത് പഴയ നിയമം, പുതിയ നിയമം ഇതെല്ലാം സംയോജിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്. കാരണം എന്താ? പിതാവിൻ്റെ മുഖമൊക്കെ കാണിച്ചു തന്ന് പിതാവായ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് ഇറക്കാനുള്ള കൃപയുടെ സമൃദ്ധി ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഈശോ മിശിഹ മാറുക. കാരണം പഴയ നിയമത്തിൽ വചനമായി നിന്നവൻ പുതിയ നിയമത്തിൽ മാംസമായി നിന്നവൻ അപ്പസ്തോല പ്രവർത്തനത്തിൽ ആത്മാവായി. മനസ്സിലായോ? ഇതാണ് ആ പൂർണ്ണത. വചനമായി നിന്നവൻ അത് മാംസമായി മാറി, മാംസമായി നിന്നവൻ അപ്പസ്തോല പ്രവർത്തനം വരുമ്പം ആത്മാവായി മാറി. മനസ്സിലായോ? പക്ഷെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഐഡന്റിറ്റിക്ക് ഒരുപാട് പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. ഈശോ മിശിഹ, യഥാർത്ഥ നസ്രായൻ ഈശോ മിശിഹ, അവൻ പുറത്തിറങ്ങി ഓരോ ശിഷ്യന്മാരെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ഇവിടെ നിന്ന് വിട്ടുപോകരുത്. കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ തകർന്നു പോകും. അപ്പം ഈശോ മിശിഹ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ മിശിഹായ്ക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്ത് പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ഊതി നോക്കി, പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് സമ്മാനിച്ചു നോക്കി. പക്ഷെ ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. മനസ്സിലായോ? നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചോ, ഒരു മനുഷ്യനും കിട്ടിയില്ല. യഥാർത്ഥ നസ്രായൻ, ജീവിക്കുന്ന ദൈവം, പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി നിന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, പരിശുദ്ധാത്മാവ് ഒരു നിസാര കളിയല്ല. മനസ്സിലായോ? നിസാര കളിയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അങ്ങനെ വരത്തില്ല. പിന്നെ എവിടെയാണ് പരിശുദ്ധാത്മാവ് പുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഔദ്യോഗികമായിട്ട് വന്നത്? ഇവർ ത്യാഗം ചെയ്യാൻ തുടങ്ങി, ഇവർ കൂട്ടായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൂടത്തിലിരുന്ന് ഇവർ വലിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുക, ശിഷ്യന്മാര്. അങ്ങനെ പ്രാർത്ഥിച്ച് നിന്ന, ഭക്ഷണമില്ലാതെ ആഹാരമില്ലാതെ ഒക്കെ നടത്തിയ ഒരു മഹാപ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനെ വരുവല്ല വിളിച്ചിറക്കും. ഒപ്പം പറഞ്ഞു വെക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്.
അതായത് ഈ ത്യാഗമെടുത്തുള്ള, ഈ ഉപവാസമെടുത്തുള്ള ഈ മഹാപ്രാർത്ഥനയുടെ അവസാനമാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പിന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. കാരണം ഈശോ മിശിഹ ചെയ്തതുപോലെയല്ല ശിഷ്യന്മാർ ചെയ്യുന്നത്, അതിനേക്കാളും 10 ഇരട്ടി പവറാണ്. കാരണം ഈശോ മിശിഹ സുവിശേഷം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെ വിശ്വസിക്കുന്നില്ല. പക്ഷേ പത്രോസ്ലിഹ ഇറങ്ങി നിന്ന് പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒറ്റ ദിവസം 4000 ക്രിസ്ത്യൻസ്. മനസ്സിലായി? ചിന്തിക്കാൻ പറ്റുമോ? എഡ്യൂക്കേഷൻ ഇല്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, നിയമങ്ങളൊക്കെ പലപ്പോഴും കാറ്റിപ്പറത്തിയിട്ടുള്ള, ഈശോ മിശിഹ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരു വ്യക്തിയായിരുന്നു പത്രോസ്ലിഹ എങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പത്രോസ്ലിഹയുടെ രൂപവും ഭാവവും എല്ലാം മാറി. അതായത് മഹാശക്തിയാണ് പരിശുദ്ധാത്മാവ്. പിന്നീട് അങ്ങോട്ടുള്ള സുവിശേഷത്തിന്റെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം. അതായത് ഇന്ന് ഏത് കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മനസ്സിലായി? പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കണം. മനസ്സിലായോ? ഒരു ചെറിയ കാറ്റ് മതി, ആള് പോവും. അതായത് ചെറിയൊരു പാപത്തിന്റെ ഒരു തിന്മയുടെ ആലോചന മനസ്സിൽ മതി, ആള് മാറിപ്പോവും, നമ്മളെ വിട്ടിട്ട് പോവും. ഇനി പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടോ, അവൻ ഒന്നും ചെയ്യണ്ട, അവൻ തൊട്ടുന്നതെല്ലാം അത്ഭുതമായി മാറും. മനസ്സിലായോ? കാരണം അവനെ നിയന്ത്രിക്കാനോ അവനെ തടയാനോ ആർക്കും പറ്റത്തില്ല. അങ്ങനെ പറ്റാത്തതിൻ്റെ കാരണം എന്നാ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ട്രിനിറ്റിയിലെ ഏറ്റവും വലിയ ശക്തി, ട്രിനിറ്റിയുടെ സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് പിന്നീടുള്ള സഭയുടെ ഉയർച്ച കാണുന്നത്. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് കുറഞ്ഞും പോവും. കാരണം ഒരു ചെറിയ ചാഞ്ചല്യം മതി, ചെറിയൊരു പ്രശ്നം മതി, നമ്മളിൽ നിന്ന് അകന്നു മാറുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലൊരു തിന്മ ചിന്തിച്ചാൽ മതി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുറയും. മനസ്സിലായോ? ഇതാണ് കാലഘട്ടത്തെ നയിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും 3-4 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു. ഒന്ന്, ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിനിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് നമ്മൾ മനസ്സിലായി. അതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലെ പ്രത്യേകത എന്താ? പിതാവായ ദൈവം എന്ന് പറയുന്നത് വചനമായി നിന്ന ദൈവമാണ്. മനസ്സിലായോ? ആ ദൈവത്തിന്റെ മാംസരൂപമാണ് പുത്രൻ തമ്പുരാൻ. ഈ പുത്രൻ തമ്പുരാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പുത്രൻ തമ്പുരാന്റെ ആത്മാവായി മാറിയ അവസ്ഥയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പക്ഷേ 3 പേർക്കും 3 ഐഡന്റിറ്റി ഉണ്ട്. പക്ഷേ ഇത് ഒരു കൂട്ടായ്മയുമാണ്. ഒരു കുഞ്ഞിനെ പോലെ തന്നെ, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകുന്നത് പോലെ തന്നെയാണ്. ഒരു 3 പേരാണ്, 3 പേർക്കും 3 സ്വഭാവം ഉള്ളതുപോലെ. ഒപ്പം ഈശോ മിശിഹ എന്തുകൊണ്ട് മനുഷ്യനായി അവതരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം മനുഷ്യരൂപം കൊണ്ട് മനുഷ്യനെ പോലെയായി. കാരണം ദൈവമായി മാറണമെങ്കിൽ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ തണലിലാണ് ജീവിച്ചത്. കാരണം ഈശോ മിശിഹ വന്നത് എന്തിനാന്ന് ഈശോ മിശിഹയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവൻ ബലിയാകാനാണ് വന്നത്. അവൻ ആദത്തിന്റെ പാപം തീർക്കാനാണ് വന്നത്. അവൻ മാനവരാശിക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയിട്ടാണ് വന്നത്. മനസ്സിലായോ? ഇതാണ് സുവിശേഷത്തിന്റെ ഒരു സിംപ്ലിസ്റ്റ് വേർഷൻ. ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ട്രിനിറ്റി. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു.